ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, കണ്ണെഴുതിയാല് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവോ? ആൻഡ് ദ ആൻസർ ഇസ് യെസ്. കണ്ണെഴുതിയാല് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും. അതെങ്ങനെ പരിഹരിക്കാം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. മിക്ക ആളുകളും ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല, ആകെ കണ്ണ് മാത്രം എഴുതാറുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ. മിക്ക ആളുകൾക്കും മേക്കപ്പ് ഇട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കണ്ണ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം അല്ലെ. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടില്ലെങ്കിൽ കണ്ണ് വെളുത്തിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. ആൻഡ് ദ ഫാക്ട് ഈസ്, നമ്മൾ കണ്ണെഴുതുന്നത് ഐലൈനർ കൊണ്ടിട്ടായിരിക്കും മുകളിൽ താഴത്തൊക്കെ എഴുതുന്നത്. പിന്നെ കാജൽസ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഈ ഐക്കോണിക് അതുപോലത്തെ മേ ബി ലൈൻ, വലിയ വലിയ കാജൽ സ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഹൗവർ, രണ്ട് കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമ്മുടെ കണ്ണിൽ ഡാർക്ക് സർക്കിൾസ് വരുന്നത്. ജനറ്റിക് ആയിട്ട് ഉണ്ടാവും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില ആളുകൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഡാർക്ക് സർക്കിൾസ് വരാറുണ്ട്. ഉറക്കമില്ല, വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ണെഴുതുന്നു. അതിനുള്ള സൊല്യൂഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. കണ്ണെഴുതുന്നു, എന്താ പറയാ, ഒരു പ്രോപ്പർ റൂട്ടീൻ ഇല്ല, അങ്ങനെയുള്ളവർക്കും ഡാർക്ക് സർക്കിൾസ് വരാം. മെയിൻ ആയിട്ട് നമ്മൾ ഉറങ്ങാതിരുന്നതിനാലും നല്ല ഡാർക്ക് സർക്കിൾസ് വരും. കാരണം നമ്മൾ ഈ ഫോണിൽ കളിച്ചോണ്ടായിരിക്കില്ല, TV കണ്ടോണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുകയാണ്, അപ്പൊ ഡാർക്ക് സർക്കിൾസ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതൊക്കെ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ്. ജനറ്റിക് ആണെങ്കിലും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും നമുക്ക് എപ്പോ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതൊരു വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ്. പക്ഷേ ഐലൈനറോ കാജലോ കൊണ്ടല്ല നമുക്ക്, അല്ലെങ്കിൽ ഐലൈനറോ കാജലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴല്ല നമുക്ക് ശരിക്കും ഡാർക്ക് സർക്കിൾസ് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഐലൈനേഴ്സ്, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കാജല് നമ്മൾ പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നമ്മുടെ കണ്ണില് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഡാർക്ക് സർക്കിൾസ് വരുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഐലൈനർ കാജല് റിമൂവ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മള് പുറത്തുപോയി വരികയാണ്, ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തുടച്ചിട്ട് പറയാ കണ്ണിലെ എല്ലാം പോയി എന്ന് പറയും. പക്ഷെ കണ്ണിൽ ആ ഒരു സ്റ്റെയിൻ ഉണ്ടാവും. പിറ്റേ ദിവസം നമ്മൾ കാജൽ എഴുതുമ്പോൾ ഓൾറെഡി നമ്മുടെ കണ്ണിൽ കുറച്ചുള്ളതിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അത് ബിൽഡായിട്ട് അതൊരു ഡാർക്ക് സർക്കിൾസ് ആയിട്ട് മാറാറുണ്ട്. ഇപ്പോഴത്തെ കാജൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ മറ്റേ ഇന്റൻസ് കാജൽ, 24 hours ഹൈഡ്രേഷൻ തരുന്ന കാജൽ അല്ലെ, എല്ലാം അങ്ങനത്തെ കാജൽസ് ആണ്. അപ്പൊ പെട്ടെന്നൊന്നും മായ്ച്ചാലും തേച്ചാലും ഒന്നും പോകുന്ന ഒരു കാജലല്ല. എന്നാലും നമ്മൾ പുറമേ നമ്മൾ നോക്കുമ്പോൾ കണ്ണൊക്കെ കഴുകി ക്ലീൻ ആക്കിയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ഡാർക്ക് സർക്കിൾസ് നമ്മുടെ കണ്ണിൽ വരുന്നത്. നമ്മൾ ഈ കാജലൊക്കെ റിമൂവ് ചെയ്യാത്തതുകൊണ്ട് ആ കളർ നമ്മുടെ കണ്ണിൽ സ്റ്റെയിൻ ചെയ്തിട്ട് പെർമനന്റ് ആയിട്ട് ഒരു ബ്ലാക്ക് കളർ നമ്മുടെ കണ്ണിൽ രൂപപ്പെടും. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് നമ്മൾ കാജൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഐലൈനർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ നമ്മുടെ കണ്ണ് കറക്കുന്നതല്ല, നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യാത്തത് കൊണ്ടാണ്. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മളെല്ലാവരും ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ കണ്ണ് കഴുകാറുണ്ട്, ഞാൻ നല്ല രീതി സോപ്പൊക്കെ ഇട്ട് കണ്ണ് കഴുകാറുണ്ട്, വൈബ്സ് ഒക്കെ വെച്ച് തുടക്കാറുണ്ട്, മൈസെല്ലർ വാട്ടർ വാഷ് ഒക്കെ കണ്ണ് കഴുകാറുണ്ട്. അതും ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മുടെ ഐയുടെ ഏരിയാസ് ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ടല്ലേ ക്രീംസ് ആണെങ്കിലും പാക്ക് ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ കണ്ണിന്റെ ഏരിയ യൂസ് ചെയ്യരുത് എന്ന് അവർ പറയുന്നത്. അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ അണ്ടർ ഐ സ്കിൻ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തേച്ചൊരിച്ച് പാത്രം കഴുകുന്ന പോലെ തേച്ചൊരിച്ച് കഴുകി കഴിഞ്ഞാൽ അവിടെ എഗെയിൻ അവിടെ ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു കുഴിയാണ് അവിടെ രൂപപ്പെടുന്നത്. അത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ മിക്ക ആളുകളും കണ്ണിന്റെ അവിടെ കളയാൻ വേണ്ടിയിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ണടച്ച് നല്ല രീതിയിൽ റബ്ബ് ചെയ്യും. ശരിക്കും നമുക്ക് അവിടെ ഒന്നും റബ്ബ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ആ ഏരിയ വരുന്നത്. അതുകൊണ്ടാണ് അണ്ടർ ഐക്കൊക്കെ സ്പെഷ്യൽ ക്രീംസ് ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് നോർമലി നമ്മുടെ ഫേസിലിടുന്ന ക്രീംസ് നമുക്ക് അണ്ടർ ഐയിൽ ഇട്ടാൽ പോലെ, അങ്ങനെ ഇടാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ റബ്ബ് ചെയ്യുന്നതുകൊണ്ട് ആ ഏരിയ കൂടുതൽ ഡാർക്ക് ആവാനും അവിടെ ഒരു കുഴി വരാനും അതൊരു ഡാർക്ക് സർക്കിൾസ് ആവാനും സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ യൂട്യൂബേഴ്സ് തന്നെയാണ് പറയുന്നത് ഫേസ് വാഷ് ചെയ്യണം, ക്ലെൻസ് ചെയ്യണം, മൈസെല്ലാർ വാട്ടർ ഇടണം. എക്സാക്ട്ലി, ഇതെല്ലാം നമ്മൾ ചെയ്യണം എന്ന് പറയുന്നില്ല. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡബിൾ ക്ലെൻസിങ്. നിങ്ങൾ പുറത്ത് ഫംഗ്ഷന് പോയാലും ജോലിക്ക് പോയാലും എവിടെ പോയി വന്നാലും നിങ്ങളുടെ യുവർ ഫേസ് ഷുഡ് ബി ഡബിൾ ക്ലെൻസ്ഡ്. എപ്പോഴും നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്ത് ക്ലീൻ ആക്കിയത് ശേഷം മാത്രമേ എന്ത് മേക്കപ്പ് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പാടില്ല, മൈസെല്ലാർ വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല, പിന്നെ എന്ത് യൂസ് ചെയ്യാം? യെസ്, ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് ബാം യൂസ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ അണ്ടർ ഐസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് സോഫ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഐയിലുള്ള എല്ലാ ഡേർട്സും ക്ലീൻ ആവുന്നതാണ്.
അപ്പൊ ഡെയിലി കണ്ണെഴുതാൻ ആഗ്രഹിക്കുന്നവര് ഇതുപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അല്ലാണ്ട് ഞാനൊക്കെ നേരത്തെയൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു, കാരണം എന്റെ കണ്ണ് ബ്രൗൺ ആണ്. എല്ലാവരും എന്നെ കാണുമ്പോ പൊക്കി പറയണൊന്നുമല്ല, കണ്ണ് സൂപ്പറാന്ന് പറയാറുണ്ട്. ഞാൻ കൊള്ളില്ലെങ്കിലും കണ്ണ് സൂപ്പറാന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് കണ്ണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ഇന്നിപ്പോ ഞാൻ സ്പെഷ്യലി താഴത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ താഴത്തൊന്നും എഴുതാറില്ല. അപ്പൊ കണ്ണ് കാണുമ്പോ എല്ലാരും പറയുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ് കണ്ണ് എഴുതാം, ഉള്ളിൽ എഴുതാം. അപ്പൊ നല്ല കണ്ണ് ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കും എന്നൊക്കെ. അപ്പൊ പണ്ടെന്ന് വെച്ചാൽ എനിക്ക് കണ്ണ് എഴുതുന്നതിന് ഡാർക്ക് സർക്കിൾസ് കൊണ്ട് ഇരിക്കാൻ വയ്യ, അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തപ്പോഴാണ് ഓക്കെ ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലായത്. അപ്പോ ഇപ്പോഴും ഡാർക്ക് സർക്കിൾസ് വരുമെന്ന് പേടിച്ചിട്ട് കണ്ണെഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ മുതൽ എഴുതിക്കോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. നമ്മള് എല്ലാവർക്കും അത് പറ്റണം എന്നില്ല, നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു തോർത്ത് വേണം എന്നൊക്കെ എല്ലാവർക്കും പറ്റണം എന്നില്ല. സോ വാട്ട് എവർ, ഫേസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ക്ലോത്ത് നിങ്ങൾ വാങ്ങിച്ച് മാറ്റി വെച്ചേക്കണം. അത് വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല. തോർത്തൊന്നും വെച്ചിട്ട് നമ്മൾ കണ്ണിന്റെ അവിടെ നിന്ന് തുടക്കാൻ പാടില്ല. അതിന് നമുക്ക് സോഫ്റ്റ് പാഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലെൻസിങ് പാഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ ഈസി ആയിട്ട് ധൈര്യമായിട്ട് കണ്ണെഴുതിക്കോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്താൽ മതി. ഒരിക്കലും ഡാർക്ക് സർക്കിൾസ് വരില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണിന്റെ അവിടെ ഫേസ് വാഷ് കൊണ്ട് റബ്ബ് ചെയ്യുക, മൈസലർ വാട്ടർ കൊണ്ട് റബ്ബ് ചെയ്യുക, അതോ സോപ്പ് കൊണ്ട് റബ്ബ് ചെയ്യുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഐ ഏരിയാസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. അത് എപ്പോഴും മൈൻഡിൽ വെക്കുക. ആൻഡ് ഇതിന്റെ കൂടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ആക്കുക. എത്ര സ്കിൻ കെയർ ചെയ്താലും, എത്ര ഐ ക്ലിയർ നമ്മൾ ചെയ്താൽ പോലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം പിന്നീട് സംഭവിക്കാവുന്നതാണ്. നമ്മൾ ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല, ടിവിയുടെ മുന്നിലാണ്, ഫുൾ ടൈം ടി വി കണ്ടിരിക്കുകയാണ്, മൊബൈൽ കണ്ടിരിക്കുകയാണ്, നമുക്ക് കണ്ണിന് ഒരു റെസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡാർക്ക് സർക്കിൾസും കുഴികളും എല്ലാം വരും. സോ നിങ്ങളും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം ഇതിന്റെ കൂടെ ഫോളോ അപ്പ് ചെയ്ത് പോവാം. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കണ്ണെഴുതാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ആ ഒരു ടെൻഷൻ വേണ്ട. ഡാർക്ക് സർക്കിൾസിനൊക്കെ നമുക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് ഓടിച്ചു വിടാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ഇനിയും ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ.